ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് രണ്ട് മൂന്ന് ടോപ്പിക് കവർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ ഒരു വീഡിയോ ഇപ്പോൾ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ഈ ഓൺലൈൻ മീഡിയാസുമായിട്ട് ഉണ്ണി മുകുന്ദന് പണ്ടേ അധികം ചേർച്ചയില്ല. ഓൺലൈൻ മീഡിയാസിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഇന്ന് പുറത്തു വന്ന വീഡിയോയും ഏകദേശം അതുപോലത്തെ ഒരു സാധനമാണ്. നമുക്ക് ആദ്യം വീഡിയോ കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നു വരുന്നു. ആ നടന്നു വരുമ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും മുഖത്തിന്റെ കീഴ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഒന്നുകൂടെ കാണിക്കാം. കണ്ടില്ലേ? എടാ, ഇത്രയും കീഴിക്കൊണ്ട് വീഡിയോ വെച്ചാൽ നിനക്ക് വീഡിയോ കിട്ടുമോ? അങ്ങനെ കണ്ണ് പോലും മര്യാദ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ബിഗ് ബോസിലൊക്കെ പറയുന്നതിന്റെ കൂട്ട് ഒരു പേഴ്സണൽ ഡിസ്റ്റൻസ് ഉണ്ട്, അത് പാലിച്ച് നിൽക്കണം. ഇത് ആരാണെങ്കിലും ഇത്രയൊക്കെ കീഴിക്കൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇറിറ്റേറ്റ് ആവും. അതേ തുടർന്നാണ് പുള്ളിക്കാരൻ നൈസായിട്ട് അത് പിടിച്ച് പോക്കറ്റ് വെച്ചോണ്ടങ്ങ് പോയത്. അത്യാവശ്യം നല്ല കലിപ്പിൽ തന്നെ ആയിരുന്നു. മനസ്സിൽ നാല് തെറിയും പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ ചുണ്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. മുഖം സൂം ചെയ്ത് പിടിക്കാൻ. ഹിന്ദിയിലെ മറ്റ് ചൂത്തെന്നൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഒരു തെറിയാണെന്ന് തോന്നുന്നു അവസാനം പറഞ്ഞു വെച്ചേക്കുന്നത് പുള്ളിക്കാരൻ. എന്താണെങ്കിലും ഈ വീഡിയോയുടെ അടിയിൽ ഉണ്ണിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ വന്നിട്ടുണ്ട്. നമുക്ക് കമന്റ്സ് കുറച്ച് വായിച്ചു നോക്കാം. ഇവനൊക്കെ അഹങ്കാരം മൂത്തു തുടങ്ങിയോ? ആരാധന പോയി തുടങ്ങുകയാണ്. നന്നായി, ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഒരു അകലമെങ്കിലും പാലിക്കാതെ ഒരുത്തന്റെ മുഖത്തിന്റെ അടുത്തോട്ട് വെച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഈ രണ്ടാമത്തെ കമന്റിനോടാണ് യോജിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഡിസ്റ്റൻസ് ഉണ്ട്. അതിനിപ്പം നടനാണെങ്കിലും നടനല്ലെങ്കിലും ആരാണെങ്കിലും വലിയ സിനിമ നടനാണ്, നടന്നു പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന ഓക്കെ. പക്ഷേ ഇങ്ങനെ കൊണ്ടുപോയി എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കുറെ കമന്റ് വരുന്നുണ്ട്, ഇവന്റെ ഒക്കെ അഹങ്കാരം ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇവറ്റകളെല്ലാം പിന്നിൽ പോകാൻ എന്ത് കാര്യം? പിന്നിൽ പോകുന്നതിന്റെ കാര്യം അവന്മാർക്ക് വ്യൂവർഷിപ്പും പൈസ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പിന്നിൽ തന്നെ പോകണം. ഇതിനെ നമ്മൾ പാപ്പരാസി കൾച്ചർ എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ. സോ ഈ അടുത്ത കാലങ്ങളിലായിട്ടാണ് ഈ പാപ്പരാസി കൾച്ചർ കേരളത്തിലോട്ട് കടന്നു വന്നിരുന്നത്. ഒരുപാട് ആക്ടേഴ്സ് അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ഇവരെ വിളിച്ചറിയിക്കാറുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ട്, അങ്ങോട്ട് വരിക, വീഡിയോ എടുക്കുക. കാര്യം അവരുടെ ഒരു പബ്ലിസിറ്റിയാണത്. ഇവർ നടന്നു പോകുമ്പോൾ പുറകെ പോയി വീഡിയോ എടുക്കുക. പക്ഷെ അല്ലാതെ ഇവർ വലിഞ്ഞു കയറി ചെല്ലുന്ന സ്ഥലങ്ങളും ഉണ്ട് അവരുടെ ഒന്നും അനുവാദം കൂടാതെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കണ്ടത് പുള്ളിയുടെ അനുവാദം കൂടാതാണ് വീഡിയോ എടുത്തത്. മോസ്റ്റ് ഓഫ് ദ ആളുകൾ അനുവാദം ചോദിക്കാറില്ല. ബിക്കോസ് അവരൊരു സെലിബ്രിറ്റി ആയതിന്റെ പേരിൽ അവർ നടന്നു പോകുമ്പോൾ വീഡിയോ എടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ള തരത്തിലാണ് പലരും പെരുമാറുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഉണ്ണിക്ക് പണ്ടേ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിന് അധികം താല്പര്യമില്ല. അത് ഇതിന്റെ വേറൊരു വശം. കാര്യം കുറച്ച് നാൾക്ക് മുമ്പ് എയർപോർട്ടിൽ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നീലക്കുയിലിന്റെ അടുത്ത് ഉണ്ണി മുകുന്ദൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കാണാം. നമ്മുടെ മാർക്കോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള വിഷ്വൽസ് ആണ് കേട്ടോ. പുള്ളി എയർപോർട്ടിൽ നിന്ന് വരികയാണ്. ആ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നെങ്കിലും ഒന്നുകൂടെ പ്ലേ ചെയ്യാം. നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ് ആ ചോദിച്ചത്. ഈ ഓൺലൈൻ മീഡിയാസിന് കൊടുത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മേടിച്ചു കൂട്ടുന്ന ഒരു മീഡിയ ആണ് നീലക്കുയിൽ. കാര്യം അവരുടെ അസ്ഥാനത്തെ ചോദ്യങ്ങളും അസ്ഥാനത്തെ ആംഗിളുകളും ഒക്കെ വളരെ അധികം ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ ഓൺലൈൻ മീഡിയാസ് ഇവരുടെ പല സിനിമകളുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ നല്ല രീതിയിൽ ഓൺലൈൻ മീഡിയാസ് ഇപ്പോഴത്തെ സിനിമ നടന്മാരെയും മൂവീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ പറഞ്ഞു വന്നത് ഉണ്ണി മുകുന്ദൻ ഓൾറെഡി ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിനോട് ചെറിയൊരു ചൊരുക്കം ണ്ട്. അന്നേരം ഇങ്ങനെ ഒരു സംഭവം കൂടെ വന്ന് മുഖത്തിന്റെ കീഴിലൊക്കെ കൊണ്ടുവന്ന് വീഡിയോ എടുക്കേണ്ട ഒരു അവസരം വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അത് റിയാക്ട് ചെയ്തു എന്ന് മാത്രം. ഇതിനകത്ത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വാർത്തയിലോട്ട് പോവാം. രാത്രി കാലങ്ങളിൽ കോഴിത്തരം കാണിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാർത്ത കാണണം. കാര്യം രാത്രി കാലങ്ങളിൽ കോഴിത്തരം കാണിക്കുന്നവർക്ക് മുട്ടനൊരു പണിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കത് ന്യൂസ് കേൾക്കാം. ഇന്നലെ മുംബൈയിലെ അന്ധേരി കോടതിയിൽ നിന്ന്, സെഷൻസ് കോടതിയിൽ നിന്ന് ഒരു സുപ്രധാനമായ വിധി വന്നു കേട്ടു. എന്താ വിധി എന്ന് പറഞ്ഞാൽ, രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ മുംബൈയിലെ ഒരു കോർപ്പറേറ്ററായ സുന്ദരിക്ക് യു ലുക്ക് ഗുഡ്, ക്യൂട്ട്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് അശ്ലീല പരാമർശത്തിന്റെ പരിധിയിൽ വരുമെന്ന് കോടതി കണ്ടെത്തി. മാത്രമല്ല, ആരായി പറയുന്നേ? കലോത്സവത്തിൽ പോയിട്ട് പിള്ളേരെടുത്ത് പറഞ്ഞേക്കെ നമ്മൾ കേട്ടായിരുന്നു. എന്തായാലും അണ്ണം പറയണ ആ കേസൊക്കെ ഇപ്പൊ എന്തോ ആയെന്തോ തീർന്നായിരുന്നു. ബാക്കി പറയട്ടെ. ഭർത്താവ് തിരിച്ചു വിളിച്ചു ചോദിച്ചു, എന്താ സഹോദര രാത്രിയിൽ ഒരു സൗന്ദര്യാരാധന? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, ചാറ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് ഇവർ കേസ് കൊടുത്തത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, മുംബൈയിലെ സെഷൻസ് കോടതി വാൺ ചെയ്തിട്ടുണ്ട്, രാത്രി മയങ്ങിക്കഴിഞ്ഞാൽ ചാറ്റ് ബോക്സുകളിൽ നിങ്ങൾ സുന്ദരിയാണ്,
നിങ്ങൾക്ക് ഭംഗിയുണ്ട്, നിങ്ങൾ കാണാൻ ക്യൂട്ടാണ് എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുമായിട്ട് വന്നാൽ അത് അശ്ലീല പരാമർശത്തിൻ്റെ പരിധിയിൽ വരുമെന്നും 3 മാസം ജയിലിൽ കിടക്കാം എന്നുള്ളതുമാണ് വരിക. അതുകൊണ്ട് ഇത്തരം മെസ്സേജുകളൊക്കെ അയക്കുമ്പോൾ കുറച്ച് നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ രാത്രി കാലങ്ങളിൽ കോഴിത്തരം കാണിച്ചിറക്കുന്ന ടീംസ് എല്ലാം ഒന്ന് സൂക്ഷിച്ചു. എന്റെ പൊന്നുമക്കളെ, കൂടുതൽ ഒന്നും പറയണ്ട, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അകത്ത് കിടക്കുന്ന ഒരു ഇടപാടായിട്ട് വരും. ഓക്കെ, കാലം പോയപ്പോ ഓക്കെ ഏറുകണ്ണിട്ട് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് വന്ന്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്ന ഒരു വാർത്തയാണ് ഗൈസ്. ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, അടുത്ത വാർത്ത. ഇന്ന് നടന്ന വേറൊരു കോമഡി സാധനമുണ്ട്. ഈ പോലീസുകാരും RTO ഒക്കെ നമ്മളെ പിടിച്ചു നിർത്തി പിഴയടപ്പിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ RTO ഉദ്യോഗസ്ഥരെ പിടിച്ചു നിർത്തി പിഴയടപ്പിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് നടന്ന് എവിടെ? കൊല്ലം ഓയൂരിൽ സംഭവം നടന്നു വെച്ച് കഴിഞ്ഞാല് RTOയുടെ വണ്ടിക്ക് മറ്റേ പൊല്യൂഷന്റെ സാധനമില്ല. നൈസായിട്ട് ഒരുത്തനെങ്കിലും തൂക്കി അവിടെ നിന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ഫൈൻ അടപ്പിച്ച്. നമുക്ക് ആ വീഡിയോ കാണാം ആദ്യം. അല്ല ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ, ഞങ്ങൾ എടുത്തോളാം. അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? സാർ ഇതിനെ വണ്ടിക്ക് അടിക്ക്. നമുക്ക് എല്ലാവർക്കും 10,000-20,000 രൂപ വെറ്റിയെന്ന് നടക്കുക. പൊല്യൂഷൻ എടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ഫൈൻ ഒഴിവാകും. നമുക്കുള്ള കാര്യമല്ല പറയാൻ സാറേ. അവനെ ഫൈൻ അടിക്കാൻ പോയതാ, ഇപ്പൊ അവൻ തിരിച്ചു ഫൈൻ അടിച്ച്. കൊള്ളാം, ഇങ്ങനെ വേണം. കൊല്ലക്കാരടാ. ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ വണ്ടി അല്ല, അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ? ഇപ്പൊ പൊല്യൂഷൻ ഇല്ലാതെ ഓടുന്നത്. ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. സാർ അവിടെ തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ട് വരുന്നത്, എല്ലാവർക്കും അടിക്കുന്നുണ്ട്. അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? അപ്പൊ നിങ്ങൾ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. ഒന്നും പറയാനില്ല, ഇരുന്ന് അളിയുക കേട്ടോ. എന്റെ അകത്തിരുന്ന് ഒന്ന് പോയിനടാന്ന് പോലും പറയാൻ പറ്റുന്നില്ല. ക്യാമറ ഓണാണ്. 5,000 രൂപ ഞാൻ അടിച്ചത്. 5,000 രൂപ. അല്ല, ഇതെന്ത് ഫ്രണ്ട് വെച്ചേക്കുന്നത്? ഇത് എന്ത് സാധനം? ഇത് റീത്ത് വല്ലതുമാണോ? ഇതിനകത്ത് മറ്റേ വരയും കുറിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ഇല്ലേ? എന്തോരോ ആൾക്കാരെ ഇത് പെറ്റി മേടിക്കുന്നതാണ്. ഇതൊക്കെ ഒന്ന് നേരെ ആയിക്കൂടെയോ? ആൾക്കാരെന്തോ വിചാരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ? മൊത്തത്തിൽ ദാരിദ്ര്യം തോന്നുന്നു. വണ്ടിയുടെ പൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോലും ഉള്ള പൈസ ഇല്ല. ഞാൻ അടിച്ചത് 5,000 രൂപ. അല്ല വേറെ വണ്ടിക്കകത്ത് പൊല്യൂഷൻ ഇല്ല. മെനങ്ങാന്ന് എനിക്കില്ലാതെ തന്നെ 5,000 രൂപ. അല്ല സാറ് നിക്ക്. അല്ല ഒരു നിയമപരമായിട്ടത് അല്ലല്ല, അങ്ങനല്ല. അങ്ങനെ പോകാൻ പറ്റും സാറ്. അല്ല അവിടെ നിക്ക് സാറ്. ഇത് അടിച്ചിട്ട് പോയാൽ മതി. നിക്ക് സാറവിടെ നിക്ക്. വണ്ടി എടുത്തോണ്ടങ്ങ് പോകാൻ പോയി കേട്ടോ. നൈസായിട്ട് വണ്ടിക്ക് ഇറങ്ങി നിന്ന് പൊളി മുത്തേ പൊളി. ഒന്ന് നിക്ക്, അവിടെ നിക്ക്. അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ട് ഈ ഡയലോഗ് ഞാൻ എവിടെയും കേട്ടിട്ടുണ്ടല്ലോ. സാധാരണ നമ്മളെ കാണുമ്പോഴാണ് പോലീസുകാർ പറയുന്നത് നീ സൈഡിലോട്ടൊന്ന് ഒതുക്കി ഇറ. ജനങ്ങൾ തിരിച്ചു പറഞ്ഞു തുടങ്ങി. അതിനൊരു ഇത് നിങ്ങളെ ഇതിന്റെ സർക്കാരിന്റെ അല്ലേ? എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ? ഞാൻ പറയുന്നേക്ക് ഇപ്പൊ നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ ഒരു പൊല്യൂഷൻ 2,000 രൂപ പെറ്റി അടിക്കും. അത് നിങ്ങൾക്കുള്ള ഇതാണോ? സാറന്മാര് ക്യാമറയിൽ നോക്കുന്നില്ല കേട്ടോ, ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യും? പണ്ടാരം പെട്ടും പോയി. ഈശ്വര, മൂർഖനെയാണല്ലോ ചവിട്ടിയത് എന്നായിരിക്കും ആലോചിക്കുന്നത്. പൊല്യൂഷൻ ഇത് 25 തീർന്നിട്ടുണ്ട്. ജനുവരി, ഇത് ഫെബ്രുവരിയാ. മനസ്സിലായ? 1-2 അല്ല നിങ്ങൾ അടിക്കുന്നത്. രാവിലെ ഇവിടെ വന്ന് കിടന്ന് 1,000, 2,000, 3,000 ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത്. രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് സാറേ. അത് ഇച്ചിരി കൂടുതലാണ്. ഈ 1,000, 2,000, 3,000 എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി കൂടുതലാണ്. മാസങ്ങളായിട്ട് ഇട്ടേക്കുന്നവന്മാർക്ക് അങ്ങനെ അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒന്ന് അടിച്ചു നോക്കി സാറ്. എന്നാ തീർന്നിട്ടുള്ള 2,000 രൂപ അടിക്കും അങ്ങോട്ട്. 2,000 രൂപ കൊണ്ട് അടിക്കാൻ കൂട്ടും. പിന്നെ അല്ല, മെനങ്ങാന്ന് 5,000 രൂപ അടിച്ചു തന്നത്. ഇവിടെ എല്ലാരും ജീവിക്കാൻ വേണ്ടി, രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി വരുന്നത്. അടിച്ച്. ഓഹോ, നാണക്കേട്. കാണിച്ചാ മതി. എടുക്കുമ്പോ തനിയെ മാറിക്കോളും. ഇയാള് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു തന്നാ മതി കേട്ടോ. അത് വേറെ കാര്യം. അല്ല എല്ലാവർക്കും ബാധകമായ നിയമമാണ് സാറേ. ചെറിയ രീതിയിലൊക്കെ അടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒടുവിൽ RTO ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ ഫൈൻ അടിപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. ഫൈൻ അടിച്ച് കഴിഞ്ഞിട്ട് സാറന്മാരുടെ ഒരു ഡയലോഗ് ഉണ്ട്, ഇത് പൊതുജനങ്ങളുടെ വണ്ടിയാണെന്ന്. അതുകൂടെ ഒന്ന് കേട്ടു നോക്കണേ. അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇത്രേ ഉള്ളു. നിങ്ങൾ അവിടെ തൊട്ട് ഇവിടം വരെ മൊത്തവും വണ്ടിയുടെ ഫോട്ടോ അതാ സാറേ. ഇത് എന്റെ വണ്ടിയല്ല, ഇത് പൊതുജനങ്ങളുടെ വണ്ടിയാണ്. ഈ വണ്ടിക്കകത്ത് കുണ്ടിയും വെച്ചിട്ട് ഓടിക്കുന്നത് നമ്മളല്ല, നിങ്ങളല്ലേ. അല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലേ? എന്ന് ഡയലോഗ് ആണെന്ന് നോക്കണേ. വണ്ടി യൂസ് ചെയ്ത നിങ്ങളാണ്, അല്ലാതെ പൊതുജനങ്ങളല്ല. അപ്പൊ സ്വന്തം വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ ഇറങ്ങാൻ. അതേ നമുക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ആ ചേട്ടൻ കാണിച്ചത് അടിപൊളി മാസ് പരിപാടി. അപ്പം RTO കാരുടെ എണ്ണയും പിണ്ണാക്കും ഇറങ്ങിയിട്ടുണ്ട്.
പിന്നെ വേറൊരു വാർത്ത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെന്താമര ഞാൻ പറയണ്ടല്ലോ, തന്റെ കുടുംബജീവിതം തകരാൻ അയലത്തെ വീട്ടിലെ ചേച്ചിയാണ് കാരണക്കാരി എന്നും പറഞ്ഞ് ഒരു ജ്യോത്സ്യം പറഞ്ഞതിന്റെ പേരിൽ ആ ചേച്ചിയെ വെട്ടിക്കൊണ്ട് ജയിലിൽ പോയവനാണ് ഇവൻ. എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി ആ ചേച്ചിയുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയും വെട്ടിക്കൊന്നു. അവനാണ് ചെന്താമര. ഇവൻ ഇതിന്റെ വെട്ട് ലിസ്റ്റിൽ 2-3 പേരും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പോലീസ് പൊക്കി. ഭയങ്കരമായിട്ട് ചർച്ചയായ കാര്യമാണ്. ഇവൻ അന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറ്റം ചെയ്തു, എന്നെ ശിക്ഷിക്കൂ എന്നുള്ള രീതിയിലാണ് ഇവൻ അന്ന് സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ കോടതി ചെന്നപ്പോഴത്തേക്ക് ഇവൻ മൊഴി മാറ്റി. വാർത്തയേക്കാം. നെന്മാറ ഇരട്ടക്കൊല കേസിൽ നാടകീയമായ നിലപാട് മാറ്റമാണ് കൊലയാളി ചെന്താമര നടത്തിയത്. കോടതിയിൽ കുറ്റസമ്മതം നടത്തുമെന്ന് ആദ്യം പറഞ്ഞ ചെന്താമര പെട്ടെന്ന് നിലപാട് മാറ്റി. മാത്രമല്ല ജാമ്യം തേടി ചെന്താമര കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്തായാലും ഇതോടെ യവൻ പഠിച്ച കള്ളൻ. ആദ്യം കുറ്റസമ്മതം നടത്തി എല്ലാം തുറന്നു പറഞ്ഞിട്ട് നൈസായിട്ട് ഇപ്പം കോടതി ചെന്നപ്പോഴത്തേക്ക് കാലം മാറി. നാട്ടുകാരാകെ ഭീതിയിലാണ്. ഇനി ചെന്താമര പുറത്തിറങ്ങിയാൽ ആദ്യം കൊല്ലുന്നത് തന്നെയായിരിക്കുമെന്ന് അയൽവാസി പുഷ്പ പറയുന്നു. ജാമ്യമല്ല, പരമാവധി ശിക്ഷയാണ് നൽകേണ്ടതെന്ന് കേസിലെ പ്രധാന സാക്ഷിയായ ശിവരാജനും ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇത്ര വലിയ കൊലപാതകം നടത്തിയിരിപ്പ് ഭീഷണി എനിക്കുണ്ട്. ഇനിയിപ്പോ വെളിയിൽ വിട്ട് എന്നെ കൊല്ലുന്നല്ല പറയുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? അവരെന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ കണ്ടും കേട്ടിട്ട് അവർക്ക് അറിയില്ലേ? എന്റെ ഒരു ഇത് വെച്ച് ജാമ്യം കൊടുക്കണമെന്നാണ്. നമ്മുടെ ലോ എങ്ങനെയാണല്ലോ, ജാമ്യം കൊടുത്ത് പുറത്തു വിട്, രണ്ടുപേരുടെ തട്ടിയിട്ട് അവൻ അകത്തോട്ട് വരട്ടെ. ഇവനൊക്കെ സ്പോട്ടിൽ തടിച്ചു കൊല്ലണം, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അപ്പൊ എല്ലാരും കൊന്നിട്ട് പോട്ടെ എന്നാ അയാൾക്ക് ശിക്ഷയില്ല എന്ന് പറയുന്നവര്. ഞങ്ങൾ ഇത്രയും പരാതികൾ പറഞ്ഞിട്ടും പരിഗണനയിലില്ല. പിന്നെ ഇപ്പൊ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതമാണ് പറയും? ജനങ്ങളെ കൈകാര്യം ജനങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുത്തില്ലല്ലോ. ഞങ്ങൾക്ക് അയാളുടെ ജാമ്യത്തിൽ അയാൾ തൂക്കിക്കൊല്ലണം, എന്നാൽ അയാൾ ശിക്ഷാവധി കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എനിക്കൊരാൾക്ക് മാത്രം ആശങ്കയും പേടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സംഭവിച്ചില്ലേ. അപ്പൊ അവനെ ഇറക്കി. ചേച്ചി അങ്ങേറെ അയലത്തുകാരിയാണ്. ചേച്ചിയും അവന്റെ വെട്ട് ലിസ്റ്റിലുള്ളതായിരുന്നു. ആരുടെയോ ഭാഗത്തിന് രക്ഷപ്പെട്ടു. ചേച്ചിക്ക് ഇപ്പൊ പേടിയാ ജാമ്യം കിട്ടുമോ. ചേച്ചി പേടിക്കണ്ടേ, ജാമ്യമൊന്നും കിട്ടത്തില്ല. ഇനി ജയിലിൽ ചാടിയും കാണാൻ വരുവാന്നെങ്കിലേ ഉള്ളൂ. കാര്യം പരോളി ഇറങ്ങിയിട്ടാണല്ലോ ഇവന്മാര് തോന്നിയാസം കാണിച്ചത്. ഞങ്ങളെയൊക്കെ കൊല്ലട്ടെ എന്നാ. ഇവൻ നല്ല പിള്ളയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചമഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ജാമ്യം കൊടുത്തിട്ട് വീണ്ടും വന്ന് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നടത്തി തീറ്റി പോറ്റുന്നത്? ഇവനാണ് വെട്ടിക്കൊന്നതെന്ന് ജനങ്ങൾക്ക് മൊത്തം അറിയാം. അതിന് പ്രോപ്പറായിട്ട് എവിഡൻസും ഉണ്ട്, സാക്ഷികളും ഉണ്ട്. ഇവന്റെ മൊഴിക്ക് പിന്നെ എന്ത് വാല്യൂ ആണുള്ളത്? ഇവന്റെ ഇവിടെ ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല, ഡയറക്റ്റ് നോക്കുക. പിന്നല്ലാതെ നമ്മുടെ കമാൽ പാഷ സാറ് പറയുന്നതിന്റെ കൂട്ട് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് ഒന്നും ഇവിടെ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയാണ് 2 പേരെ കൊന്നത്. കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോർമാറ്റ് എങ്ങനെയുണ്ട്? ഒരു 5-6 ന്യൂസ് കൊളാബ് ചെയ്തിട്ടുള്ള ഫോർമാറ്റ്, അത് നല്ലതാണെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ഓക്കെ, അപ്പൊ ശരി.